നന്ദി, നമസ്കാരം. കൊച്ചുപുരയ്ക്കലൊരപ്പൂപ്പൻ, പിച്ചക്കാരനൊരപ്പൂപ്പൻ. പിച്ചയ്ക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നായി. പച്ചരി കൊണ്ട് അപ്പൂപ്പൻ കൊച്ചുപുരയ്ക്കൽ ചെന്നപ്പോൾ അമ്മുമ്മയ്ക്കൊരു കൊതി തോന്നി. അപ്പം ചുടുവാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചൂടു പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മമ്മ. നാവിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയം നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തോ രണ്ടപ്പം. അതു കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് അടിശം മൂത്തു പെട്ടെന്ന്. ആര് പറഞ്ഞു രണ്ടപ്പം കയ്യിലെടുക്കാമോ? പിന്നെ അപ്പന് കയ്യിലിരിക്കട്ടെ, ആ കൊതി മനസ്സിലിരിക്കട്ടെ. അമ്പടി കള്ളി കൊതിയെത്തി കുമ്പ കുലുക്കി തുള്ളാതെ എനിക്കു വേണം രണ്ടപ്പം വിളിച്ചു കൂവി അപ്പൂപ്പൻ. തീപ്പുകയേറ്റോ ഞാനല്ലോ, അപ്പം ചുട്ടത് ഞാനല്ലോ, എനിക്കു വേണം രണ്ടപ്പം വാശി പിടിച്ചു അമ്മുമ്മ. അപ്പൂപ്പനൊരു തൊയ് കിട്ടി, അമ്മുമ്മയ്ക്കൊരു കടി കിട്ടി. നല്ലൊരു ബോംബൈ കണ്ടെത്തി കൊതിയം നമ്മുടെ അപ്പൂപ്പൻ. ഇത്തിരി നേരം രണ്ടാളും ഒത്തിരിക്കാൻ മിണ്ടാതെ. ആദ്യം മിണ്ടിയ ഒച്ചപ്പം, മെച്ചയാൾക്കോ രണ്ടപ്പം. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വിട്ടുവരാതെ രണ്ടാളും മിണ്ടാകുന്നതിരിപ്പായി. പൂവൻ കൂവി ഉറങ്ങിയിട്ടും സൂര്യൻ ചാടി മറഞ്ഞിട്ടും ഇതുവരെ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയ പുതുവ ആയില്ലേ. പെട്ടെന്നുള്ളി അടുക്കളയിൽ മ്യാവ് മ്യാവ് വിളിക്കേട്ടു. അയ്യോ, പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മുമ്മ. അമ്പടി കള്ളി തോച്ചല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഉണ്ട കണ്ണു മേച്ചിട്ട് നാവും നക്കി തുടച്ചിട്ട് ജനലും ചാടി മറഞ്ഞേ പോയി. കള്ളിൻ പൂച്ച കരിമ്പൂച്ച ഒഴിഞ്ഞ കൊട്ടയിൽ നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും. പായ വിരിച്ച് കിടപ്പായി. നമസ്കാരം.